ഒഴിവ് കഴിവ് പറയുന്നത് നമ്മൾ നിർത്തണം. നമ്മൾ ഓടിപ്പോകുന്ന രണ്ടാമത്തെ രീതി മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണ്. കുറ്റം കുറ്റം കുറ്റം. നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. അവിടെ നിന്നാണ് ഇത് ആദ്യം ആരംഭിച്ചത്. ഇനിയും അത് അവസാനിച്ചിട്ടില്ല. ഉൽപ്പത്തി 2:16-17. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാനായി ഞാനിത് ഊന്നിപ്പറയുകയാണ്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. അത് തിന്നുന്ന നാളിൽ നീ തീർച്ചയായും മരിക്കും. അവർക്ക് 1000 കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ ദൈവം ഒരു കാര്യം മാത്രം അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. ബോറടിച്ച ഒരു ജീവിതമേ നിങ്ങൾക്കുണ്ടാവൂ എന്നതുപോലെ ദയവായി അഭിനയിക്കരുത്. നിങ്ങൾക്ക് പലതരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം പാപമാണ്. അത് ചെയ്യരുതെന്ന് ദൈവം പറയുന്നു, കാരണം പാപം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ദുരിതമുണ്ടാക്കും. ആമേൻ. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ യഹോവയായ ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന്. ഞാൻ അവനൊരു തുണയെ നൽകും, യോജിച്ച് സഹകരിക്കുന്ന, അവനെ അനുമോദിക്കുന്ന. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. ആദാമിന് അവളെ എന്ത് വിളിക്കണമെന്നറിയില്ലായിരുന്നു. അതിനാൽ അവളെ നോക്കി അവൻ പറഞ്ഞു, ഓഹോ. അങ്ങനെയാണ് നമുക്ക് ഈ പേര് കിട്ടിയത്. ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവം അവളെ സൃഷ്ടിച്ചത് ആദാമിൻ്റെ കാലടിയിൽ നിന്നല്ല, വാരിയലിൽ നിന്നാണ്. അവർ തോളുരുമി നടക്കേണ്ടവരായിരുന്നു. ആരും താഴെയല്ല, ഉയരത്തിലുമല്ല, തോളോട് തോളുരുമി. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഉൽപ്പത്തി 3 നമുക്ക് 13-ാം വാക്യം വരെ വായിക്കാം. അത്രയും നേരം ശ്രദ്ധിക്കാനാവുമോ? യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും സാത്താനുമായി തർക്കിക്കാൻ നിൽക്കരുത്. അവനോട് മിണ്ടാതിരിക്കാൻ പറയൂ. കഴിഞ്ഞു, അതോടെ മതിയാക്കണം എന്നെഴുതിയിരിക്കുന്നു. നോക്ക്, ദൈവം നല്ല ദൈവമായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇത് നടക്കാൻ അനുവദിക്കില്ലായിരുന്നു. സാത്താനെ, മിണ്ടാതിരിക്കുക. ദൈവം എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അവനൊരു നല്ല പ്ലാനുണ്ട്. എനിക്കൊന്നും കേൾക്കേണ്ട, എന്നോട് തർക്കിക്കേണ്ട, എനിക്ക് കാരണങ്ങൾ കാണിക്കാൻ നോക്കേണ്ട സാത്താൻ. ആറാം വാക്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അതിനുശേഷം നടന്ന കുഴപ്പങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി 17 മുതൽ 19 വരെ നോക്കാം. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിച്ചത് കാരണം. എന്താ സ്ത്രീകൾ സാധാരണ ചിരിക്കാറുള്ളത് പോലെ ചിരിക്കാത്തത്? ഞാനിത് വായിക്കാതെ വിട്ടുകളയുമെന്ന് കരുതിയല്ലേ? ഭർത്താക്കന്മാർ ഭാര്യമാർ പറയുന്നത് കേൾക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവർ വിഡ്ഢിത്തം പറഞ്ഞാൽ അത് നിങ്ങൾ കേട്ട് അനുസരിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നെ വേദനിപ്പിക്കുമെന്ന് തോന്നുന്ന എന്തൊരു കാര്യവും ഞാൻ ചെയ്യുന്നത് ദേവ് അനുവദിക്കുകയില്ല. എനിക്ക് ചിലപ്പോൾ അത് വിഡ്ഢിത്തമായി തോന്നും. ഞാൻ കരുതാറുണ്ട്, ഞാനൊന്ന് പ്ലാൻ ചെയ്താൽ അത് ചെയ്തേ അടങ്ങൂ. സെൻറ്റ് ലൂയിസിൽ എല്ലായിടവും ഐസ് വീണ് കിടന്നാലും ഞാനത് കാര്യമാക്കില്ല. ഞാൻ പോകും, പക്ഷേ ദേവ് പറയും, ഇല്ല, നീ അങ്ങോട്ട് പോകുന്നില്ല. നീ പുറത്തുപോയി എന്തെങ്കിലും മുറിവ് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയോടെ അവളോട് എന്തെങ്കിലും
നിരസിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ അവൾക്കൊട്ടും ബുദ്ധിയില്ലെന്നതുപോലെ അവളെ നിയന്ത്രിക്കാനും അവളെ ഭരിക്കാനും പരിശ്രമിക്കുന്നത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് കീഴടങ്ങി കർത്താവിന് അനുയോജ്യമായ വിധത്തിൽ ഭർത്താവിന് തന്നെത്താൻ സമർപ്പിക്കുക അത്രേ വേണ്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ആർക്കറിയാം, ചിലപ്പോൾ ഇല്ലെന്നും വരാം. പക്ഷേ എൻ്റെ അടുത്ത് ഇത്രേ സമയമുള്ളൂ. ഇനി നമുക്ക് ഒരു മിനിറ്റ് വചനത്തിലേക്ക് തിരിച്ചു പോകാം. 11 വാക്യം നോക്കാം. ഉൽപ്പത്തി 3 അധ്യായം 11 വാക്യം. നീ നഗ്നനാണെന്ന് ആർ നിന്നോട് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച ഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാനത് തിന്നു എന്ന് പറഞ്ഞു. അവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതേ ദൈവമേ എന്നവൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ എങ്ങനെ മാറുമായിരുന്നെന്ന് ആർക്കറിയാം. ആദാം ഉടനെ മനസ്താപപ്പെട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? എന്നാൽ കാര്യങ്ങൾ ഇന്നത്തേക്കാൾ എത്ര വ്യത്യസ്തമാവുമായിരുന്നു? ആദാം നമ്മെ ഓരോരുത്തരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നാം ഓരോരുത്തരും ജഡത്തിൽ അതേപോലെ തന്നെയായിരിക്കും ചെയ്തിരിക്കുക. സ്ത്രീ എനിക്ക് തന്നു, അവൾ എനിക്ക് തന്നു, ഞാനിത് തിന്നു. അതെൻ്റെ കുറ്റമല്ല. ആ സ്ത്രീയെ എനിക്ക് നീയല്ലേ തന്നത്, അവളെ നീ എനിക്ക് തരരുതായിരുന്നു. അവൾ എന്നെ സ്വാധീനിക്കുമെന്ന് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ അവളെ എനിക്ക് തരരുതായിരുന്നു. പതിമൂന്നാം വാക്യം. യഹോവയായ ദൈവം സ്ത്രീയോട് ചോദിച്ചു, നീ ചെയ്തത് എന്താണ്? സ്ത്രീ ഉത്തരം പറഞ്ഞു, സാത്താൻ എന്നെ കബളിപ്പിച്ചു, എന്നെ അവൻ വഞ്ചിച്ചു. കുറ്റം എൻ്റേതല്ല, സാത്താനാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. എനിക്കിത് വളരെ രസകരമായി തോന്നി. എല്ലാവർക്കും ചുമതലകളുണ്ട്. സാത്താന് ചുമതലയുണ്ട്, സ്ത്രീക്ക് ചുമതലയുണ്ടായിരുന്നു, മനുഷ്യന് ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. ദൈവം എല്ലാവരോടും കൂടിയാണ് സംസാരിച്ചത്. ദൈവം പാമ്പിനോട് പറഞ്ഞു, ഇന്നു മുതൽ നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. സ്ത്രീയോട് അവൻ കൽപ്പിച്ചത്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നിന്റെ ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ ഭൂമിയിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. എല്ലാവരും അധികം താമസിയാതെ തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് സ്വയം കണക്ക് ബോധിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ച ചുറ്റുപാടുകൾ കൊണ്ട് കണക്ക് ബോധിപ്പിക്കാം. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായിരിക്കുന്നു? എന്നാൽ കുറ്റമേറ്റെടുത്ത് ദൈവത്തോട് ഇങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങ് ശരിയാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്, എനിക്ക് ഒഴിവ് കഴിവില്ല. നമുക്ക് ഇന്നത് പരിശീലിക്കാം. പറയൂ, നമുക്ക് ഒഴിവ് കഴിവില്ല. വാവ്. പറയൂ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, കുറ്റം എൻ്റേതാണ്. നിങ്ങൾക്കറിയില്ലേ, ഞാൻ ചീത്തയാക്കപ്പെട്ടു. ബാല്യത്തിൽ തന്നെ ചീത്തയാക്കപ്പെട്ടു. കുറേ കാലം അതിന് ഞാൻ എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തി. എൻ്റെ അച്ഛനെ, അമ്മയെ, ചുറ്റുപാടുകളെ. എനിക്ക് കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലതിനെയും കുറ്റപ്പെടുത്തി. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊന്നും എൻ്റെ കുറ്റം കൊണ്ടായിരുന്നില്ല, അത് അവരുടെ കുറ്റമായിരുന്നു. ദൈവം എനിക്കൊരു കാര്യം വ്യക്തമാക്കി തന്നു. വളരെ ശരിയാണ്, നിന്നോടങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ മേൽ അധികാരമുണ്ടായിരുന്നു. അവർ ചെയ്ത തെറ്റിന് നീയാണ് ജീവിതത്തിൽ ബാധിക്കപ്പെട്ടത്. നീ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് അതിൽ നിന്ന് മനോഹരമായിട്ടൊന്നുണ്ടാക്കും. അതിനാൽ ഒന്നുകിൽ നാം മെച്ചപ്പെടും, ഇല്ലെങ്കിൽ നാം മോശമാവും. നിങ്ങൾക്ക് സഹതാപത്തിന് അർഹരാവാം, ഇല്ലെങ്കിൽ നിറയെ ശക്തി പ്രാപിക്കാം. അതിനാൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം എന്നവൻ പറഞ്ഞു. ഇപ്പോഴത്തെ നിങ്ങളുടെ പെരുമാറ്റത്തിന് പണ്ട് നടന്ന എന്തിനെയെങ്കിലും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അഥവാ ഇപ്പോഴത്തെ ചുറ്റുപാടുകളെയാണെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുമെന്ന് ഇന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്തുകൂടി? ദൈവമേ, അങ്ങ് തുല്യ അവസരം കൊടുക്കുന്ന മേലധികാരിയാണ്. ഞാൻ അങ്ങേക്കായി ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ അങ്ങേക്കായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം കൊയ്യും. ദൈവത്തിനുള്ള സൽപ്രവൃത്തികളെ ഭൂമിയിലെ ഏതൊരു മനുഷ്യനും നരകത്തിലെ സാത്താനും തടയാനാവില്ല. ഇതിനെയാണ് ഞാൻ നേരിടുന്ന മനോഭാവം എന്ന് പറയുന്നത്. തോളിൽ ഒരു ഭാരവുമായി നടന്നുകൊണ്ടിരിക്കുന്നത് മതിയാക്കൂ. നോക്കൂ, ഞാൻ ചീത്തയാക്കപ്പെട്ടു. ഞാൻ പറയുന്നത് വീണ്ടെടുപ്പിനെയും വിമോചനത്തെയും പറ്റിയാണ്. എന്നാൽ ബാക്കിയുള്ള ജീവിതവും വിമോചനത്തിനായി ചിലവാക്കാതെ
വിമോചിതരാവൂ. എന്തിലൂടെയാണോ പ്രവർത്തിക്കേണ്ടത് അതിലൂടെ പ്രവർത്തിക്കുക. അതെ, അതിന് സമയമാവും. പക്ഷേ അഗ്നിപരീക്ഷയിൽ നിന്നൊരു മിനിസ്ട്രി ഉണ്ടാക്കരുത്. എനിക്കിനി 2 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇല്ല, ഞാൻ ചുഴലിക്കാറ്റിനെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റും. നമുക്ക് അവസാനത്തെ ഒരു വചനവും കൂടി വായിക്കാം. സംഖ്യാപുസ്തകം 21:4-9. ഞാൻ അവസാനിപ്പിച്ചു എന്ന് ഇനിയും പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ഉടനെ അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ 50ഓളം ജനങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാൻ കരുതി, നിങ്ങൾ സർവീസ് കഴിയുന്നതിന് മുൻപ് എഴുന്നേറ്റ് പോയാൽ ആരാധനയിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരെ അത് എത്രമാത്രം ശല്യപ്പെടുത്തുമെന്നറിയാമോ? പക്ഷെ നിങ്ങൾ ബമ്പർ സ്റ്റിക്കറും ജീസസ് പിന്നും ധരിച്ചുകൊണ്ട് കാറിൽ കയറിയിരിക്കും. ശരി, സംഖ്യാപുസ്തകം 21:4. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അവർ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. നിങ്ങൾ എത്ര പ്രാവശ്യമാണ് കടി വാങ്ങാൻ പോകുന്നത്? എത്ര പ്രാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മരണത്തോട് തുല്യമായ പരിതസ്ഥിതികൾ അനുഭവിക്കാൻ പോകുന്നത്? എന്നാൽ അതിനെല്ലാം കാരണക്കാർ നാം ആണെന്ന് നാം അറിയുന്നില്ല. എല്ലാറ്റിനും കാരണം മറ്റുള്ളവരാരോ ആയിരിക്കില്ല, നാം തന്നെയാണ്. ദേവ് മാറാൻ വേണ്ടി ഞാൻ ഉരുകി പ്രാർത്ഥിച്ചത് ഇന്നും ഓർക്കുന്നു. അത് 1978 തോന്നുന്നു. ഞാൻ മധ്യസ്ഥം ചെയ്യാനും സാത്താനെ ശാസിക്കാനും പഠിച്ചു. തറയിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, അങ്ങ് ദേവിനെ മാറ്റണം. ഞാൻ ശരിക്കും അതിനായി പ്രാർത്ഥിച്ചു. എൻ്റെ ഹൃദയത്തിലൊരു ശബ്ദം കേട്ടു, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ഒന്ന് നിൽക്ക് ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഒടുവിൽ ഞാൻ മിണ്ടാതിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, ദേവ് അല്ല പ്രശ്നം. ഞാൻ ചോദിച്ചു, പിന്നാരാണ്? ഞാനും ദേവുമല്ലേ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ദേവ് കാരണക്കാരനല്ലെങ്കിൽ പിന്നെ ആരാണത്? അടുത്ത 2 ദിവസം എൻ്റെ കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ ദൈവം ചിലവാക്കി. ഞാൻ 2 ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു. അതായിരുന്നു എൻ്റെ തുടക്കം. അതിന് ഞാൻ കുറേയേറെ ദൂരം യാത്ര ചെയ്യേണ്ടതായി വന്നു. പക്ഷേ ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മടങ്ങ് സ്വാതന്ത്ര്യത്തിന് അതായിരുന്നു തുടക്കം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ നിർത്തി. മറ്റുള്ളവരുടെ തെറ്റുകളെ നോക്കുന്നത് ഞാൻ അവസാനിപ്പിക്കേണ്ടി വന്നു. എൻ്റെ പെരുമാറ്റത്തിന് ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. എല്ലാവരും ദൈവത്തിൻ്റെ സ്തോത്രം പറയൂ. ആമേൻ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, 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 സ്നേഹിക്കുന്നു. അങ്ങ് അത്ഭുതവാനാണ്. ഈ ആഴ്ച മുഴുവനും പ്രശ്നങ്ങളെ നേരിടുന്നതിൻ്റെ വിലയെക്കുറിച്ചാണ് ഞാൻ പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഓടുന്നത്? നിർത്തുക എന്നത് വളരെ പ്രധാനമാണ് എന്നതും. ഈ അവസാന നിമിഷങ്ങൾ ഞാൻ ഭയത്തെ അതിജീവിക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് പ്രേക്ഷകർ അയച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി ഉപയോഗിക്കുന്നു. കാരണം ഭയം നമ്മെ നേരിടലിൽ നിന്ന് വിലക്കുന്നു. ജിഞ്ചർ ചോദ്യങ്ങളുമായി ഇവിടെ വന്നിട്ടുണ്ട്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നല്ലൊരു ചോദ്യമാണ്. ഓഹിയോയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നു, ജോയ്സ്, എങ്ങനെയാണ് ഭയത്തെ ഇല്ലാതാക്കി ദൈവം എനിക്ക് തന്ന വിശ്വാസത്തെ സ്ഥാപിക്കുക? കാരണം ഭയമാണ് എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഭയത്തോടൊപ്പം എനിക്ക് അതിയായ ഉത്കണ്ഠയുമുണ്ട്.
ഭയം എന്താണെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് വിശ്വാസത്തെ മാറ്റി. പലരും വിചാരിക്കാറുണ്ട് എനിക്ക് ഈ ഭയം ഇല്ലാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. തീർച്ചയായും നിങ്ങൾക്കറിയാം, നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഭയം നമ്മിൽ വരുമ്പോൾ അതിന് ഉത്തരം നൽകണം. അത് നിങ്ങളുടെ കതവിൽ മുട്ടുമ്പോൾ വിശ്വാസത്തോടെ അതിന് ഉത്തരം നൽകണം. തീർച്ചയായും ഭയത്തേക്കാൾ വലുതാണ് വിശ്വാസം. പക്ഷേ ഒരു തത്വം ഇതാണ്, ഭയം ഒരിക്കലും മുഴുവനായി ഇല്ലാതാവില്ല. ദൈവം നമ്മോട് ഭയം തോന്നരുത് എന്ന് പറയുന്നില്ല എന്ന അറിവ് തികച്ചും എൻ്റെ ജീവിതം മാറ്റുകയായിരുന്നു. ഭയം തോന്നുമ്പോൾ തന്നെ മുന്നോട്ട് പോകാനാണ് അവൻ പറയുന്നത്. കാരണം അവൻ നമ്മോടൊത്തുണ്ട്. അത് നമ്മളെപ്പോഴും വിചാരിക്കണം. വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാലും ഭയപ്പെടരുത് എന്ന് പറയാനുള്ള കാരണം നൽകിയിട്ടുണ്ട്. ദൈവം നമ്മോട് കൂടെ ഉള്ളതാണ് അതിന് കാരണം. ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈവിടുകയില്ല. നീ വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നാലും അഗ്നിയിലൂടെ നിനക്ക് കടക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ കൈവിടിയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കലും ഭയം തോന്നില്ല എന്ന തോന്നൽ ഉപേക്ഷിക്കുന്ന ഒരു പരിധിയിൽ നിങ്ങൾ എത്തിച്ചേരണം. വിശ്വാസത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ തന്നെ സാത്താൻ ജനങ്ങളെ നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധമാണ് ഭയം എന്ന തോന്നൽ ഉണ്ടാക്കുക എന്നത്. ഭയത്തിലൂടെ അവൻ നമ്മിൽ പ്രവേശിക്കും. അതിനാൽ ഭയവും കൊണ്ട് അവൻ എപ്പോഴും നമുക്ക് എതിരായി വരാൻ ശ്രമിക്കും. ഭയത്തോടെ തന്നെ അവനെ നേരിടുക എന്നതാണ് നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരല്പം ഭയമുണ്ടായാലും മികച്ച തോതിലുള്ള വിശ്വാസം നമുക്കുണ്ടാകാനാവുമെന്ന് പറയാമോ? ഭയം ഉണ്ടാവണമെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ഭയം തോന്നാം എന്നത് ശരിയാണ്. എന്നാൽ അതിനെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിരിക്കാൻ സമ്മതിച്ചു കൊടുക്കരുത്. അതൊരു പൈശാചിക ആത്മാവാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെ അല്ല നൽകിയിരിക്കുന്നത്. അതൊരു ആത്മാവാണ്. അത് നമ്മെ നോക്കി വരും. നമ്മുടെ വികാരങ്ങളെ അത് ബാധിക്കാനിടയാവും. നമ്മുടെ തോന്നലുകളെ ബാധിക്കും. നാം അതിനെ നേരിട്ട് എൻ്റെ തോന്നലുകളെ കുറിച്ച് ഞാൻ കാര്യമാക്കില്ല, എന്നോട് ദൈവം ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യും എന്ന് പറയാൻ തീരുമാനിക്കണം. കൊള്ളാം, നല്ലത്. ഓക്കെ, ഇത് സാൻഡ്ര അയച്ച ചോദ്യമാണ്. അവൾ ചോദിക്കുന്നു, നമ്മൾ ദൈവത്തെ ഭയപ്പെടണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്, എന്നാൽ എനിക്ക് മറ്റൊരു വിധ ഭയമുണ്ട്, എന്നെ അടിക്കുന്ന മദ്യപാനിയായ അച്ഛനെ. എപ്പോഴാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നതെന്നോ മദ്യപിക്കുന്നതെന്നോ അറിയാതെ ഞാൻ വളരെ വ്യാകുലപ്പെടാറുണ്ട്. എനിക്കറിയാവുന്ന ഒരേ ഒരു ഭയം ശാരീരിക പീഡനമായിരുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ആവും? ദൈവം എന്നെ വേദനിപ്പിക്കുമോ എന്ന് ഭയപ്പെടുന്നു. എൻ്റെ ഉപദേശങ്ങൾ ഇവിടെ വളരെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാനും അതേ പരിതസ്ഥിതിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഭയം, ചീത്തവിളി, മദ്യപാനം എന്നിങ്ങനെയുള്ള ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. അതിനാൽ അവർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. ദൈവം ജനങ്ങളെപ്പോലെയല്ല. ജനങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നു. നമ്മെ വേദനിപ്പിക്കാനായി ജനങ്ങളെ സാത്താൻ ഉപയോഗിക്കും. പക്ഷേ അത് ദൈവത്തിൻ്റെ കുറ്റമല്ല. എങ്കിൽ ഒരു ചോദ്യം ഉയരുന്നു, ദൈവം അത്രയും ശക്തനാണെങ്കിൽ എന്തുകൊണ്ടത് തടയുന്നില്ല എന്ന്. അത് ശരിക്കും ഒരു നല്ല ഉത്തരം കിട്ടത്തക്ക വിധത്തിലുള്ള ചോദ്യമായിരിക്കില്ല എന്നെനിക്കറിയാം. ഞാനായിരുന്ന പരിതസ്ഥിതിയിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം വിടുവിച്ചില്ല. എന്നാൽ അതിനേക്കാൾ നല്ലതാണ് ദൈവം ചെയ്ത കാര്യം. അതിലൂടെ കടന്നു വരാനും മറ്റുള്ള ജനങ്ങളെ സഹായിക്കാനും തക്കതായ കഴിവെനിക്ക് തന്ന് ദൈവം എന്നെ സഹായിച്ചു. സത്യത്തിൽ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേൽ ധാരാളം അധികാരമുണ്ട്. അവർ തെറ്റായ കാര്യങ്ങൾ തിരഞ്ഞെടുത്താൽ അത് കുട്ടികളെ ബാധിക്കാനിടയാവും. പക്ഷേ ഈ സ്ത്രീ മനസ്സിലാക്കേണ്ട യഥാർത്ഥ സുവാർത്ത എന്താണെന്നാൽ ദൈവം അവരുടെ മുൻപത്തെ കഷ്ടപ്പാടുകൾക്കായി ഇരട്ടി പ്രതിഫലം നൽകുന്നതായിരിക്കും എന്നതാണത്. അവർ ഭയത്തിൽ ജീവിക്കേണ്ടതില്ല. അവർ ദൈവവചനം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ദൈവസ്നേഹം അവരെ സൗഖ്യമാക്കാൻ അനുവദിക്കണം. ദൈവം അവരെ സ്നേഹിക്കുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് അവനൊരു പ്ലാൻ ഉണ്ട്. അവരുടെ തുടക്കം നല്ലതായിരിക്കണം എന്നില്ല, പക്ഷേ തീർച്ചയായും അവർക്കൊരു നല്ല അവസാനം ഉണ്ടാവും. നാം ഭൂമിയിലെ പിതാവിനെ സ്വർഗസ്ഥനായ പിതാവിനോട് ബന്ധപ്പെടുത്തുന്നു, എന്നാൽ അവർ ഒരിക്കലും ഒരുപോലല്ല. ദൈവം എല്ലാം തികഞ്ഞവനാണ്. തികഞ്ഞ സ്നേഹത്തോടെ അവൻ നമ്മെ പരിപാലിക്കുന്നു. എന്ന് വെച്ചാൽ നാം ഒന്നിലൂടെയും കടക്കേണ്ടി വരില്ല എന്നല്ല അർത്ഥം. നമ്മൾ ഒന്നിലൂടെയും കടക്കേണ്ടി വരില്ലെന്ന് അവൻ ഒരിക്കലും വാക്ക് തന്നിട്ടില്ല. എന്നാൽ ഒടുവിൽ നാം വിജയം കൈവരിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല ചോദ്യമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് എഴുതിയിരിക്കുന്നത് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ടാണ്. നമുക്കെല്ലാം ഇത് ബാധകവുമാണ്. ചോദ്യം ഇതാണ്, എനിക്ക് 16 വയസ്സായപ്പോഴേക്കും എൻ്റെ പ്രായത്തിലുള്ള ആൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയായി. കാരണം മുൻപ് ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ എല്ലാവരും തെറ്റായി വിസ്തരിച്ചു. ഈ ഭയത്തെ ദൈവത്തിൻ്റെ വഴിയിലൂടെ അതിജീവിക്കാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇന്നെനിക്ക് 18 വയസ്സായി. യേശുവിൽ എല്ലാ സാധ്യതകളുടെയും തികഞ്ഞു ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നും എനിക്ക് ഭയമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? അവൾ ഭയം തോന്നുമ്പോഴും അവളോട് തന്നെ സംസാരിക്കണം. കൂടെ അവൾ പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥനയോടെ അല്ലാതെ അതിനായി ഒട്ടും തന്നെ പരിശ്രമിക്കരുത്. ദൈവമേ, എൻ്റെ പ്രശ്നം നിനക്കറിയാമല്ലോ. ഇപ്പോൾ സാത്താൻ അവളെ തൻ്റെ പിടിയിൽ അടക്കി വെച്ചിരിക്കുകയാണ്. 2 3 അല്ലെങ്കിൽ 1 ഡസൻ പ്രശ്നങ്ങളോ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതെനിക്കറിയില്ല. ജനങ്ങൾക്ക് അവളോട് ഒരിക്കലും വെറുപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ സ്വന്തം ഭയമായിരിക്കാം മറ്റുള്ളവർ തന്നെപ്പറ്റി തെറ്റായി സംസാരിക്കുന്നുണ്ട് എന്ന തോന്നലുകൾക്ക് കാരണം. ഭയം കാര്യങ്ങൾ കാണാനുള്ള നമ്മുടെ കഴിവിനെ വല്ലാതെ ബാധിക്കുന്നു.
ശരിയാണ്. ഒരാൾ ഒരു പാർട്ടിക്ക് പോകുന്നു, അവിടെ ഒരു മൂലയിൽ രണ്ടുപേർ നിന്ന് സംസാരിക്കുന്നത് കാണുന്നു. അവർ ഈ വ്യക്തിയെ ഇടയ്ക്കൊന്ന് 2 തവണ നോക്കിയാൽ ഇയാൾക്ക് അസുരക്ഷിതത്വം തോന്നുന്നു. അപ്പോൾ അയാൾ കരുതും അവർ സംസാരിക്കുന്നത് അയാളെ പറ്റിയാണ്. എന്നാൽ അവർ അയാളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതായത് ഇവിടെ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്ന വിശ്വാസം ലഭ്യമാക്കുന്നതാണത്. അപ്പോൾ ജനങ്ങൾ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ വിഷമിക്കുകയില്ല. ഇന്ന് എനിക്ക് നല്ല ഉത്തരങ്ങൾ നൽകാൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. ഈ 3 നടപടികൾ എടുത്താൽ ഒരിക്കലും വീണ്ടും ഭയം തോന്നില്ല. ഭയത്തെ പേടിക്കേണ്ടതില്ലെന്ന് ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനെതിരായി നാം നിൽക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ നേരിടുക. നമ്മുടെ സംസാര രീതിയാണ് പ്രധാനം. ഞാൻ അവളോട് ഏറ്റുപറയാൻ ആരംഭിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല, ഭയന്ന് ജീവിക്കുകയുമില്ല. ജനങ്ങളോട് സംസാരിക്കാൻ ഭയപ്പെടരുത്. 100 പ്രാവശ്യം ഒരു ദിവസത്തിൽ അങ്ങനെ ചെയ്യാം. വീട്ടിലായാലും വണ്ടിയിലായാലും ഭയത്തെക്കുറിച്ച് കിട്ടാവുന്നതെല്ലാം വായിച്ച് മനസ്സിലാക്കൂ. എന്നിട്ട് ഭയന്ന് തന്നെ അത് ചെയ്യൂ. അടിമത്വത്തിൽ ജീവിക്കില്ല എന്ന് തീരുമാനിക്കുക. മറ്റൊരു കാര്യം ഇതാണ്, ഇത് ദൈവം അവൾക്കായി നൽകിയതാണെന്ന് തോന്നുന്നു. ദൈവം അവളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. നമുക്ക് ദൈവം സഹായകനായിട്ടുണ്ടെന്ന് ബൈബിൾ പറയുന്നു. ജനങ്ങൾ നമ്മെ സഹായിക്കാനുള്ള അനുഗ്രഹവും ദൈവം നമുക്ക് നൽകും. ഞാനിവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്നെ ഇഷ്ടമല്ലാത്ത പലരും ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരിഷ്ടപ്പെടാനായി ശ്രമിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ചിലവാക്കാൻ ഞാൻ ഒരുക്കമല്ല. അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഇതാണ്, ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കണം. ഞാൻ എപ്പോഴും സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം എനിക്കത് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾക്കും ദൈവം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ലത്. കാര്യങ്ങളെ നേരിടാനുള്ള വിഷയത്തെപ്പറ്റി നിങ്ങൾ പറയുമ്പോൾ മറ്റൊരു വിഷയം അതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. നാം തെറ്റ് ചെയ്യുമോ എന്ന ഭയത്തോടെ അതേ പരിതസ്ഥിതിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണത്. കാര്യങ്ങളിലൂടെ നാം കടക്കുമ്പോൾ മറുഭാഗത്ത് വിജയം കാത്തിരിക്കും. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മുൻപെങ്ങും ഇല്ലാതിരുന്ന നിങ്ങളെ ചതിക്കുന്ന ചില ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാനും അങ്ങനെ മറ്റനേകം നന്മകളും ഭയത്തെ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിച്ചാൽ നഷ്ടമാമേ. ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. jmmindia.org ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.